ICC ട്രോഫിക്കായുള്ള 11 വർഷത്തോളം നീണ്ട കാത്തിരിപ്പ് അവസാനിപ്പിക്കുക എന്ന ലക്ഷ്യത്തോടെ രോഹിത് ശർമ്മയും സംഘവും അമേരിക്കയിലെത്തിക്കഴിഞ്ഞു. ഇനിയൊരു മാസക്കാലം ടീം ഇന്ത്യ ലോകകപ്പ് ചൂടിലായിരിക്കും. അടുത്ത മാസം ആരംഭിക്കുന്ന T20 വേൾഡ് കപ്പിൽ ഏറ്റവും മികച്ച കളി കാഴ്ചവെച്ച് ട്രോഫിയുമായി നാട്ടിലേക്ക് മടങ്ങുകയാണ് ഹിറ്റ്മാന്റെയും സംഘത്തിന്റെയും ലക്ഷ്യം. വേൾഡ് കപ്പിന് മുന്നോടിയായുള്ള തയ്യാറെടുപ്പിന് ഒരവസരം മാത്രമാണ് ഇന്ത്യക്ക് മുന്നിലുള്ളത്. ടൂർണമെന്റിന് മുന്നോടിയായി ഒരു സന്നാഹ മത്സരം മാത്രമാണ് ഇന്ത്യ കളിക്കുക. ജൂൺ 1 ബംഗ്ലാദേശുമായാണ് സന്നാഹത്തിൽ ഇന്ത്യ കൊമ്പ് ഓർക്കുന്നത്. അമേരിക്കയിലെ സാഹചര്യങ്ങളുമായും പിച്ചുമായെല്ലാം പൊരുത്തപ്പെടാൻ ഇന്ത്യക്ക് ലഭിക്കുന്ന അവസരം കൂടിയാണിത്. അതുകൊണ്ട് തന്നെ ഗൗരവത്തോടു കൂടിയായിരിക്കും ഈ മത്സരത്തെ സമീപിക്കുക. ലോകകപ്പിൽ ഇന്ത്യയുടെ ശക്തമായ പ്ലേയിങ് കോമ്പിനേഷൻ തീരുമാനിക്കാനും ഈ സന്നാഹ മത്സരം ഇന്ത്യയെ സഹായിക്കും. ടൂർണമെന്റിലെ ആദ്യ പോരാട്ടത്തിൽ പ്ലേയിങ് 11-ൽ ഇടം പിടിക്കാൻ സാധ്യതയുള്ളവരിൽ പലരെയും ബംഗ്ലാദേശിനെതിരെ ടീമിൽ കാണാം. എന്നാൽ മുൻ നായകനും ഇതിഹാസ ബാറ്ററുമായ വിരാട് കോഹ്ലി ഈ സന്നാഹത്തിൽ കളിച്ചേക്കില്ലെന്നാണ് ഇപ്പോൾ റിപ്പോർട്ടുകൾ വരുന്നത്. അമേരിക്കയിലേക്ക് തിരിച്ച ഇന്ത്യൻ സംഘത്തിൽ നിന്നും വിട്ടുനിന്ന താരം ഇപ്പോൾ ചെറിയൊരു ബ്രേക്കിലാണ്. സന്നാഹത്തിൽ ഇന്ത്യൻ ടീമിനോടൊപ്പം ചേരാനുള്ള സാധ്യത കുറവാണെന്നാണ് വിവരം. ജൂൺ 5 അയർലൻഡിനെതിരെയുള്ള ലോകകപ്പിലെ ആദ്യ പോരാട്ടത്തിലായിരിക്കും കോഹ്ലിയെ ഇന്ത്യൻ 11-ൽ കണ്ടേക്കുക. അപ്പോൾ ബംഗ്ലാദേശുമായുള്ള സന്നാഹത്തിൽ കോഹ്ലി ഇല്ലെങ്കിൽ പകരക്കാരനായി കളിച്ചേക്കുക മലയാളി വിക്കറ്റ് കീപ്പർ സഞ്ജു സാംസൺ ആയിരിക്കും. കാരണം കഴിഞ്ഞ IPL-ൽ ഇതേ പൊസിഷനിൽ ഇറങ്ങിയാണ് സഞ്ജു 500+ റൺസ് അടിച്ചെടുത്തത്. അങ്ങനെ ബംഗ്ലാദേശിനെതിരെ പ്ലേയിങ് 11-ലേക്ക് നറുക്ക് വീണാൽ അത് തീർച്ചയായും സഞ്ജു മുതലാക്കേണ്ടതുണ്ട്. കാരണം ലോകകപ്പിൽ ഇന്ത്യൻ 11-ലേക്ക് അവകാശവാദമുന്നയിക്കാൻ അദ്ദേഹത്തിന് ലഭിക്കുന്ന ഏക അവസരം കൂടിയായിരിക്കും ഇത്. ഋഷഭ് പന്താണ് ലോകകപ്പിൽ ഫസ്റ്റ് ചോയ്സ് വിക്കറ്റ് കീപ്പറുടെ റോളിലേക്ക് ഫേവറേറ്റ്. ഋഷഭിനെ മറികടക്കണമെങ്കിൽ സന്നാഹത്തിൽ സഞ്ജുവിന് മിന്നിച്ചേ തീരൂ. അന്താരാഷ്ട്ര T20-ൽ സഞ്ജുവിന്റെ പ്രകടനം അത്ര മികച്ചതല്ല. 22 ഇന്നിംഗ്സുകളിലാണ് അദ്ദേഹം ബാറ്റ് ചെയ്തിട്ടുള്ളത്. ഇവയിൽ നിന്നും 18 എന്ന മോശം ശരാശരിയിൽ 374 റൺസാണ് സ്കോർ ചെയ്തത്. ഒരേ ഒരു 50 മാത്രമേ സഞ്ജു നേടിയിട്ടുള്ളൂ. നായകൻ രോഹിത്തും ജയ്സ്വാളും തന്നെയായിരിക്കും ബംഗ്ലാദേശിനെതിരെ ഇന്ത്യക്ക് വേണ്ടി ഓപ്പൺ ചെയ്യുക. മൂന്നാമനായി സഞ്ജു എത്തുമ്പോൾ 4-5 സ്ഥാനങ്ങളിൽ സൂര്യകുമാർ യാദവ്, ശിവൻ ദുബെ എന്നിവരായിരിക്കും. വൈസ് ക്യാപ്റ്റൻ ഹർദിക് പാണ്ഡ്യ ഇനിയും ടീമിനൊപ്പം ചേർന്നിട്ടില്ലെങ്കിലും സന്നാഹത്തിൽ കളിച്ചേക്കുമെന്നാണ് സൂചനകൾ. രവീന്ദ്ര ജഡേജയും അക്ഷർ പട്ടേലും സ്പിൻ ബോളിംഗ് ഓൾറൗണ്ടർമാരാകുമ്പോൾ കുൽദീപ് യാദവ് സ്പെഷ്യലിസ്റ്റ് സ്പിന്നറാകും. പേസ് ബോളിംഗ് കൈകാര്യം ചെയ്യുക ജസ്പ്രീത് ബുംറയും മുഹമ്മദ് സിറാജുമായിരിക്കും. T20-ലെ ഇതുവരെയുള്ള കണക്കെടുത്താൽ ബംഗ്ലാദേശിനെതിരെ ഇന്ത്യക്ക് വ്യക്തമായ മേധാവിത്വമുണ്ടെന്ന് കാണാം. ഇതുവരെ 13 T20-കളിലാണ് ഇരു ടീമുകളും ഏറ്റുമുട്ടിയത്. ഇതിൽ 12-ലും ഇന്ത്യ തന്നെ വിജയക്കൊടി പാറിപ്പിച്ചപ്പോൾ ബംഗ്ലാദേശിന് ജയിക്കാനായത് 1-ൽ മാത്രമാണ്. ഈ മുൻതൂക്കം സന്നാഹത്തിൽ ഇന്ത്യക്ക് വലിയ ആത്മവിശ്വാസവും നൽകും. എന്തായാലും ഇന്ത്യൻ താരങ്ങളുടെ പ്രകടനം കാത്തിരുന്നു കാണാം.